അമേരിക്കയിലെ മിഷിഗണിലുള്ള പ്രമുഖ ജൂത ആരാധനാലയമായ ടെമ്പിൾ ഇസ്രായേലിന് നേരെ വ്യാഴാഴ്ച ഉച്ചയോടെ നടന്ന ആക്രമണത്തിൽ അക്രമി കൊല്ലപ്പെട്ടു. ലെബനനിൽ ജനിച്ച അമേരിക്കൻ പൗരനായ ഐമാൻ മുഹമ്മദ് ഗസാലിയാണ് ആക്രമണം നടത്തിയത്. സിനഗോഗിനുള്ളിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയ ശേഷം ഇയാൾ വെടിയുതിർക്കുകയായിരുന്നു. സംഭവത്തെ ജൂത സമൂഹത്തിന് നേരെയുള്ള ആസൂത്രിതമായ അക്രമമെന്നാണ് FBI വിശേഷിപ്പിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30ഓടെയാണ് വെസ്റ്റ് ബ്ലൂംഫീൽഡിലെ ആരാധനാലയത്തിലേക്ക് ഗസാലി തന്റെ വാഹനവുമായി അതിക്രമിച്ചു കയറിയത്. സിനഗോഗിന്റെ പ്രധാന കവാടം തകർത്ത് അകത്തേക്ക് പ്രവേശിച്ച വാഹനം ഹാളിലൂടെ മുന്നോട്ട് നീങ്ങുകയും പിന്നീട് തീപിടിക്കുകയും ചെയ്തു. വാഹനത്തിൽ നിന്നിറങ്ങിയ അക്രമി തോക്കുപയോഗിച്ച് വെടിയുതിർത്തെങ്കിലും സിനഗോഗിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടനടി തിരിച്ചടിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റാണോ അതോ വാഹനത്തിന് തീപിടിച്ചുണ്ടായ പരിക്കാണോ മരണകാരണമെന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ആക്രമണം നടക്കുമ്പോൾ സിനഗോഗിലെ പ്രീ സ്കൂളിൽ 100-ലധികം കുട്ടികളും അധ്യാപകരും ഉണ്ടായിരുന്നു. വൻ ദുരന്തം ഒഴിവാക്കിക്കൊണ്ട് ഇവരെ ഉടൻ തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അക്രമിയുടെ വാഹനമിടിച്ച് ഒരു സുരക്ഷാ ജീവനക്കാരന് പരിക്കേറ്റു. ഇദ്ദേഹം ചികിത്സയിലാണ്. കെട്ടിടത്തിനുള്ളിൽ പടർന്ന കനത്ത പുകശ്വസിച്ച 30ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡിയർബോൺ ഹൈറ്റ്സ് സ്വദേശിയായ ഗസാലി 2011 അമേരിക്കയിലെത്തിയത്. 2016 ഇയാൾ US പൗരത്വം സ്വീകരിച്ചു. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതിനുള്ള പ്രതികാരമാവാം ഈ ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്ന് പ്രാദേശിക അധികൃതർ സൂചിപ്പിക്കുന്നു. ഇയാളുടെ മരുമക്കളടക്കമുള്ള ബന്ധുക്കൾ ഈ മാസം ആദ്യം ലെബനനിൽ കൊല്ലപ്പെട്ടിരുന്നതായി ഡിയർബോൺ ഹൈറ്റ്സ് മേയർ മോ ബെയ്ദൂം പറഞ്ഞു. സംഭവത്തെ വളരെ ദാരുണവും അസ്വസ്ഥതയുണ്ടാക്കുന്നതുമെന്നാണ് FBI സ്പെഷ്യൽ ഏജന്റ് ജെന്നിഫർ റെന്യൻ വിശേഷിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഷിഗണിലെ ജൂത സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തു. അടുത്തിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പിന്നാലെ അമേരിക്കയിൽ ജൂതവിരുദ്ധ വികാരം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സിനഗോഗുകളിൽ സുരക്ഷ നേരത്തെ തന്നെ ശക്തമാക്കിയിരുന്നു. അക്രമിയുടെ വാഹനത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നോ എന്നറിയുവാൻ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. പ്രദേശത്തെ മറ്റ് ജൂത ആരാധനാലയങ്ങൾക്കും നിലവിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്.